നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 315-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നാടകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയും നടനും സംവിധായകനും എഴുത്തുകാരനുമൊക്കെയായ ശ്രീ NN പിള്ളയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് പിന്നാമ്പുറ കഥകൾ കൂടി പറയേണ്ടി വരുന്നു. മറ്റൊന്നുമല്ല, എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കലയിൽ തുടക്കം കുറിക്കുന്നത് നാടകത്തിലൂടെയാണ്. മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അഭിനയിച്ചൊരു നാടകം, അതിൽ സ്ത്രീ കഥാപാത്രമാണ്. അതിൽ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് എനിക്കാണ്. അന്നത്തെ നാടക സ്മരണകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. കാലങ്ങളിൽ എത്രയോ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം തിരുമ്പി വന്താൻ തമ്പി എന്നൊരു നാടകം ഞങ്ങളുടെ നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന സംഘടനയുടെ വാർഷിക പരിപാടിയിലും അതിനുശേഷം ഞാൻ പഠിച്ചിരുന്ന സംസ്കൃത കോളേജിലും അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ 3-4 നാടകങ്ങളിലൂടെ പ്രൊഫഷണലിലും അമച്വറുമായിട്ടുള്ള നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് ഇരിക്കുന്ന കാലത്താണ് തമ്പാനൂർ മണികണ്ഠൻ നായർ എന്ന് പറയുന്ന എഴുത്തുകാരനും ചിത്രകാരനും പത്രാധിപരും തെക്കൻ വാർത്ത എന്നുള്ള പത്രത്തിൻ്റെ എഡിറ്ററൊക്കെ ആയിരുന്ന ശ്രീ തമ്പാനൂർ മണികണ്ഠൻ നായർ അദ്ദേഹം എഴുതിയൊരു നാടകം പഴയ ശക്തി തിയേറ്റർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ച് കുറച്ച് സ്ഥലവും അവിടെ ഒരു പാലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറി ആ സ്റ്റേജിലൊരു പ്രൊഫഷണൽ നാടകം അവതരിപ്പിക്കുന്നു. അതിലും ഞാനും വേറൊരാളും, അദ്ദേഹത്തെ ഓർമ്മിക്കുന്നില്ല, സ്റ്റേജിൽ അഭിനയിക്കുന്നുണ്ട് ഒരു 2-3 സീനിൽ. അങ്ങനെ നാടകത്തോടുള്ള ഭ്രമം മൂത്തിരിക്കുന്ന അവസരത്തിലാണ് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ശ്രീ ജയരാജ് വില്ലിശാല എന്ന് പറയുന്ന ക്യാമറാമാൻ, പ്രശസ്ത ക്യാമറാമാനും എഴുത്തുകാരനും ഒക്കെയായ ഒരു വലിയ വ്യക്തിത്വം, ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, കലാകൗമുദി മാഗസിൻ്റെ ഒരു മുഖചിത്രത്തിന് വേണ്ടി നിങ്ങൾ ഒന്ന് താടിയൊക്കെ വളർത്തണം. ഒരു 2 മാസത്തിന് ശേഷം നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ 2 മാസക്കാലം താടിയൊക്കെ വളർത്തി കലാകൗമുദിയുടെ കവർ പേജിൽ എൻ്റെ ഫോട്ടോയും വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നൊരു കാലം. ലഹരിയെക്കുറിച്ചിട്ടുള്ള ഒരു ഫീച്ചറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ താടിയൊക്കെ വളർത്തി ഉള്ളൊരു സ്നാപ്പ് എടുക്കണം, അദ്ദേഹത്തിൻ്റെ ഭാവനയാണ്. അങ്ങനെ തമ്പാനൂർ ശ്രീകുമാർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ ചങ്ങല കൊരുത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തിയേറ്ററിൻ്റെ അവസാനം വരെ. ഇന്നതൊന്നുമില്ല, ഇന്നതൊക്കെ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു. ഭയങ്കര വെയിറ്റുള്ള ആ ചങ്ങല എടുത്ത് പൊന്തിക്കുന്ന സമയത്താണ് തിയേറ്ററിൻ്റെ സിനിമ വിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ തിങ്ങി നിറഞ്ഞ റോഡിലൂടെ കടന്നു പോകുന്നത്. ആ സമയത്താണ് ഈ ഫോട്ടോഷൂട്ടും. സിനിമാ ചിത്രീകരണമാണെന്നുള്ള സംശയത്തിൽ ആൾക്കാർ തള്ളലും മുന്തലും ഒക്കെ ആയി ഒരു വിധത്തിൽ ഒരു 5-6 ഫോട്ടോ എടുത്തു. അങ്ങനെ എടുക്കുന്നതിനിടയിൽ ആ ചങ്ങലയുടെ ഒരു ഭാഗം കൈ കൊണ്ട് കീറുകയും വല്ലാത്ത വേദന അനുഭവിക്കുകയും ചെയ്തു. തുരുമ്പിച്ചതുകൊണ്ട് ടെറ്റനസിൻ്റെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് കരുതി അന്ന് തമ്പാനൂർ തന്നെയുള്ള മാധവ മെഡിക്കൽ സ്റ്റോർ എന്നാണെന്ന് ഓർമ്മ, അവിടെ ചെന്ന് ഒരു ടെറ്റനസിൻ്റെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. പക്ഷേ ആ നീഡിൽ അന്ന് ശരിക്കും സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. ആർക്കോ കുത്തിയ ഒരു നീഡിൽ അത് വീണ്ടും ചൂടുവെള്ളത്തിലിട്ട് ചൂടാക്കി അതിൽ തന്നെയാണ് വീണ്ടും ഒരു ഇഞ്ചക്ഷൻ എനിക്കെടുക്കുന്നത്.
ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു, അറിയുന്നില്ല. അങ്ങനെ ഒടുവിൽ എൻ്റെ ഒരു സ്നേഹിതൻ കൂടിയായ ഡോക്ടർ ബാബു ജോർജ് പറഞ്ഞു, കണ്ണൊക്കെ മഞ്ഞളിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്തായാലും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ജോണ്ടിസാണ്, മഞ്ഞപ്പിത്തമാണ് എന്ന് കൺഫേം ചെയ്തു. അങ്ങനെ രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ കീഴിലുള്ള രാമദാസ മിഷൻ ഹോസ്പിറ്റൽ ശാസ്തമംഗലത്ത് ഒരാഴ്ചത്തേക്ക് എന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ തമ്പാനൂരിൽ നിന്നും ബസ്സിൽ എനിക്ക് ചോറും മറ്റുമായിട്ട് കറികളൊക്കെ ആയിട്ട് അവിടെ വരും. അവിടെ ജസ്റ്റ് ട്രിപ്പ് എടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. കുറേ പുസ്തകങ്ങൾ കൊണ്ടുപോയി നിരത്തിയിട്ടുണ്ട്. ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവ് എന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ വിവാഹം നിശ്ചയിച്ച് വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള മോതിരമാറ്റൽ ചടങ്ങും മറ്റുമൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടില്ല, എങ്കിലും ഡോക്ടറുടെ പെർമിഷനോടുകൂടി ഇവിടെ വരികയും മോതിരമാറ്റ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ട് വീണ്ടും രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റൽ പേ വാർഡിൽ അഡ്മിറ്റായി അവിടെ കിടക്കുകയാണ്. സ്നേഹമസൃണമായ പെരുമാറ്റം കൊണ്ട് ഡോക്ടറും അവരോടൊപ്പമുള്ള നഴ്സുമാരുമെല്ലാം നല്ല രീതിയിലാണ് പെരുമാറിയത്. അവിടെ കിടക്കുമ്പോഴാണ് ശ്രീ NN പിള്ള സാർ എഴുതിയ ഞാൻ എന്ന അബുദാബി മലയാളി സമാജം അവാർഡ് നേടിയ ആ ആത്മകഥ ഞാൻ വായിക്കുന്നത്. ഒരു പുസ്തകം ഒരു മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെ ചലിപ്പിക്കാനാവും, എങ്ങനെ അത് മനസ്സിൽ കടന്നു കയറും എന്നൊക്കെയുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ആ സൃഷ്ടി. വായിച്ചിട്ട് തന്നെ ഏകദേശം 10-35 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിലെ അവതരണ രീതി, ആ പുസ്തകം ആരെ വായിച്ചിരുന്നാലും നമുക്ക് ജീവിക്കാനുള്ള ഒരു ത്വര, ജീവിക്കാനുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിക്കും എന്നുള്ളതിന് സംശയമേ ഇല്ല. അത് കുറഞ്ഞതൊരു 3-4 ആവർത്തി അത് ഞാൻ വായിച്ചു എന്നുള്ളതാണ് ഞാൻ എന്ന ആ കൃതി. ഇന്നും വളരെ പ്രസക്തിയുള്ള ഒരു ആത്മകഥയാണ്. NN പിള്ള സാറിനെ നടൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ ബഹുമാനിക്കുന്ന ഒന്ന്, 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു യോദ്ധാവ്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള നിലയിലാണ്. അതിലെ ഓരോ ഭാഗങ്ങളും ഈ 30-35 വർഷത്തിന് ശേഷവും ഒരു സിനിമയിൽ എന്ന പോലെ എൻ്റെ മുന്നിലൂടെ ഇപ്പോൾ ഇത് പറയുമ്പോഴും കടന്നു പോവുകയാണ്. ഒടുവിൽ അവിടെ നിന്നെല്ലാം ഒരു തരത്തിൽ രക്ഷപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിനെ കാണുന്നതും, ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബിടുന്ന സമയത്ത് മലേഷ്യയിലെ ചിലയിടങ്ങളിൽ ചുറ്റും നടന്നതും, അങ്ങനെ നിരവധി അനുഭവങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ട്. ഒടുവിൽ ഒരു തരത്തിൽ അദ്ദേഹം കുളശ്ശേരിയിൽ തിരിച്ചെത്തി ചിന്നമ്മയെ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ കാണാൻ വേണ്ടി ആ വീട്ടിൽ പോകുന്നതും, ആ ഇരട്ടത്ത് വെളിച്ചമില്ലാത്ത രാവിൽ അവിടെ കയറി ചെല്ലുന്നതും, അത് പറഞ്ഞാൽ തീരില്ല. അത് വായിക്കണം, ഓരോരുത്തരും വായിക്കണം. അത്ര ഗംഭീരമായിട്ടാണ് അത് എഴുതിയത്. അതിലെ അനുഭവങ്ങൾ വായിച്ചപ്പോൾ എനിക്കുണ്ടായ തോന്നൽ, ജീവിതത്തെ നേരിടണം, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും ജീവിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം എന്ന് ഉറപ്പിച്ച് നിശ്ചയിച്ചതുകൊണ്ടാണ് 9 വർഷക്കാലം ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ, പലപ്പോഴും മരിച്ചാലോ എന്ന് വരെ ചിന്തിച്ച നിമിഷങ്ങൾ, അതേക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ശ്രീ NN പിള്ള സാർ എഴുതിയ ഞാൻ എന്നുള്ള സൃഷ്ടി, മികവുറ്റ ആ ഗ്രന്ഥം വായിച്ചതിൻ്റെ ഓർമ്മകൾ, 10,000-കണക്കിന് പുസ്തകങ്ങളാണ് ഈ ജീവിതത്തിൽ വായിച്ചു നിർത്തിയിട്ടുള്ളത്. എങ്കിലും ശ്രീ NN പിള്ള സാറിൻ്റെ ഞാനെന്നുള്ള സൃഷ്ടി ഒരു
മഹത് സൃഷ്ടിയാണെന്ന് ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഡൈനമൈറ്റും കപാലികയും അങ്ങനെ നിരവധി നാടകങ്ങൾ. അദ്ദേഹം ഇന്ത്യയിൽ ജനിക്കുന്നതിന് പകരം വേറൊരു രാജ്യത്താണ് ജനിച്ചിരുന്നെങ്കിൽ കുറഞ്ഞതൊരു 10 നോബൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടിയിരുന്നതിന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ PJ ആൻ്റണി എന്ന ഭരതവാർഡ് നേടിയ ആ നടൻ്റെ നാടകങ്ങളും എന്നെ വളരെയധികം അതിശയിപ്പിച്ചിട്ടുണ്ട്. കാണുന്നവർക്കെല്ലാം നോബൽ സമ്മാനം കിട്ടണം എന്നല്ല പറയുന്നത്. മലയാള സാഹിത്യത്തിൽ നാടകത്തിൻ്റെ സാങ്കേതികത, നാടകത്തിൻ്റെ ഉന്നതങ്ങളിൽ എഴുത്തിൻ്റെ മാസ്മരിക ചലനങ്ങൾ സൃഷ്ടിച്ച 2 വലിയ എഴുത്തുകാരും അഭിനേതാക്കളും ഒക്കെയാണ് അവർ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ വർഷം ഏതൊന്നും ഓർമ്മയില്ല, ഇന്ന് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുമെന്നും ഓർമ്മയില്ല. എങ്കിലും അന്ന് മണികണ്ഠൻ നായർ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എടാ കാപാലിക നാടകം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ അരങ്ങേറുന്നുണ്ട്. ശ്രീ എൻ പിള്ള സാറും ചിന്തമ്മയും അങ്ങനെ നിരവധി പേർ ആ നാടകത്തിൽ അഭിനയിക്കുന്നു. പാസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, എങ്കിലും നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോൾ 1-2 നാടകങ്ങളിൽ അഭിനയിച്ചു, 1-2 സ്റ്റേജിൽ കയറി. അപ്പോൾ നാടകത്തോടുള്ള അഭിവാഞ്ച, ആഗ്രഹങ്ങൾ കൂടി. എന്തു വന്നാലും എത്ര രൂപയായാലും ശരി ആ നാടകം കാണണം എന്ന് കരുതി വളരെ പണിപ്പെട്ട് 2 പാസുകൾ ഒപ്പിച്ച് കാർത്തിക തിരുനാൾ തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ കാപാലിക എന്ന നാടകം ഞാൻ കാണുകയാണ്. ഏറ്റവും മുകളിൽ, സ്റ്റേജിൽ നിന്നും ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ അഭിനയം വളരെ അടുത്ത് കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ശബ്ദം കൊണ്ടും കഥാപാത്രങ്ങളുടെ അഭിനയ മികവ് കൊണ്ടും ഒരു ഒട്ടുസൂചി താഴെ വീണാൽ ഒരു വലിയ ഭയാനകമായ ശബ്ദമുണ്ടാകുമോ എന്ന് തോന്നത്തക്ക രീതിയിൽ പിൻ സൈലൻ്റായി ആ നാടകം കംപ്ലീറ്റ് കണ്ടു തീർന്നപ്പോൾ എങ്ങനെയെങ്കിലും എൻ പിള്ള സാറിനെ ഒന്ന് കാണണം, 2 വാക്ക് സംസാരിക്കണം, ഒരു ഓട്ടോഗ്രാഫെങ്കിലും എഴുതി ഒപ്പിട്ട് വാങ്ങിക്കണം എന്നൊക്കെ മനസ്സ് പറഞ്ഞു. നാടകത്തിൻ്റെ ഇടവേളയിൽ ഒന്ന് പരിശ്രമിച്ചു ഒരു തരത്തിൽ സ്റ്റേജിൻ്റെ ഗ്രീൻ റൂമിൽ കയറാൻ, നടന്നില്ല. ഒടുവിൽ നാടകമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കാർത്തിക തിരുനാൾ തിയേറ്ററിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ഡോറിനിടയിലൂടെ അകത്ത് കയറാൻ ചെന്നപ്പോൾ സെക്യൂരിറ്റിക്കാർ പിടിച്ച് തള്ളി. എന്തിനാ ഇതിനകത്ത് തള്ളി കയറുന്നത്? അപ്പോൾ മണികണ്ഠൻ എന്നോട് പറഞ്ഞു, ഞാൻ പത്രാധിപരാണ്, അദ്ദേഹത്തെ ഒന്ന് കാണണം, കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു വാഗ്വാദമായി. ആ ഉറക്കെയുള്ള ശബ്ദം കേട്ടിട്ട് എൻ്റെ ഓർമ്മ ശരിയാണ്, ഹാഫ് കൈ ഷർട്ടും മുണ്ടും ധരിച്ച് ബഹളം കേട്ട ഭാഗത്തേക്ക് എൻ പിള്ള സാർ വരികയാണ്. ആ നിമിഷം എൻ്റെ മനസ്സിലുണ്ടായ തോന്നൽ, സാർ നമസ്കാരം എന്ന് പറഞ്ഞു. ആ എന്താ? ഗാംഭീര്യം നിറഞ്ഞ ആ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, സാറിനെ ഒന്ന് കാണാനും ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങിക്കാനും ഒക്കെ ഉദ്ദേശിച്ചാണ് വന്നത്. ആഹാ, കണ്ടാൽ പോരെ, പിന്നെ ഓട്ടോഗ്രാഫ് എഴുതണം. അപ്പോൾ ഞാൻ ഉണർന്നു, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു, സാറിൻ്റെ നാടകം, സാർ അഭിനയിച്ച നാടകം കാണണമെന്ന് പറഞ്ഞ് ഇയാൾ നിരന്തരം ഊണിലും ഉറക്കത്തിലും എന്നെ ശല്യം ചെയ്തതുകൊണ്ടാണ് ഞാൻ പാസ്സെടുത്ത് ഞങ്ങൾ 2-20 കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും തോന്നുന്നൊരു ആഗ്രഹമല്ലേ, അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ, കണ്ടതൊക്കെ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചു. ഒരു കലാകാരനെ മറ്റൊരാൾ കാണാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തോട് കുശലം പറയാനും ശ്രമിക്കുമ്പോൾ വളരെ ദാക്ഷ്യത്തോടെ ഒരു മറുപടി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അവർ നമ്മുടെ മനസ്സിൽ നിന്നും മായും. എൻ്റെ വിഷമം കണ്ടിട്ട് മണികണ്ഠൻ പറഞ്ഞു, വാടാ നമുക്ക് പോകാം. അദ്ദേഹത്തെ പോലെ നാടകമൊക്കെ എഴുതുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്, വാടാ. ഈ വിളി കേട്ടതും അകത്ത് പോയ എൻ പിള്ള സാർ വീണ്ടും വളരെ സൗമ്യനായി അടുത്തു വന്നു. ഫോട്ടോ കുഞ്ഞേ, നാടകമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിൻ്റെ ക്ഷീണവും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പേപ്പറല്ലേ, ഞാൻ ഓട്ടോഗ്രാഫ് എഴുതി തരാം. അപ്പോൾ നോക്കിയപ്പോൾ കയ്യിലുള്ള പേപ്പറും കാണാനില്ല. എന്ന് വെച്ചാൽ
ഇടിച്ച് തള്ളിയൊക്കെയാണ് അദ്ദേഹത്തെ നിന്ന് കാണാനായിട്ട് അകത്തിയത്. പേപ്പറും കാണാനില്ല, പേനയും കാണാനില്ല. അങ്ങനെ അടുത്ത് നിന്നപ്പോൾ എന്താ പറയൂ, ഞാൻ കേൾക്കാം, നിങ്ങൾ പറയുന്നത് കേൾക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ NN പിള്ള അല്ല, അങ്ങയുടെ ഞാൻ എന്നുള്ള കൃതി വായിച്ചപ്പോൾ മുതൽ അങ്ങയിലെ നടനെയല്ല എനിക്ക് ബഹുമാനം, അങ്ങയിലെ എഴുത്തുകാരനെയാണ് എനിക്ക് ബഹുമാനം. ഞാനും കുറച്ച് കഥകളും ചെറുനാടകങ്ങളും ഇതൊക്കെ എഴുതാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് ആപാതച്ചുടൻ നോക്കി. ഇപ്പോൾ കുഞ്ഞിന് എന്താ വേണ്ടേ? പ്രത്യേകിച്ചൊന്നും വേണ്ട സാർ. അപ്പോൾ അന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും ഒന്നുമില്ല. നാടകം ഗംഭീരമായിരിക്കുന്നു, ഡൈനമൈറ്റും. അദ്ദേഹം എഴുതിയ നാടകങ്ങളെല്ലാം ഒന്നിനൊന്ന് മികവുറ്റതാണ്. എല്ലാം വായിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അദ്ദേഹം എങ്കിൽ ഞാൻ അകത്തോട്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയിലെ നടനെയല്ല ഞാൻ കൂടുതൽ ബഹുമാനിക്കുന്നത്, ഞാൻ അങ്ങ് ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള നിലയിലാണ് അങ്ങയ്ക്ക് ഞാൻ തരുന്ന ബഹുമാനവും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വികസിച്ചു. ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഓർക്കാം എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിച്ചിട്ട് ആ മനുഷ്യൻ അകത്തേക്ക് കയറി പോകുന്നു. അതിനിടയിൽ വേറൊരാൾ വന്ന് പിടിച്ചു തള്ളി ഞാനും മണികണ്ഠനും ഡോറിന് പുറത്ത്. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ശരിക്കും കരഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ സൃഷ്ടിയിലൂടെ ഖത്തറിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിൽ ഓരോ അനുഭവങ്ങൾ അനുഭവിക്കുമ്പോഴും ഞാൻ ഈ സൃഷ്ടിയെ എൻ്റെ മനസ്സിൽ ഓർത്തെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്ന് പുകഴ്ത്തലില്ലാതെ പറയാം. അത് മറ്റുള്ളവരെ മുന്നിൽ അവതരിപ്പിക്കുക പ്രയാസമാണ്. പക്ഷേ ഒരു സൃഷ്ടി ഒരു മനുഷ്യ മനസ്സിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഇന്ത്യ കണ്ട, ലോകം കണ്ട ഒരു വലിയ നാടകകൃത്ത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി. ഇതുപോലെ ഒരു ജന്മം ഇനി ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ പുത്രനും നടനുമായ ശ്രീ വിജയരാഘവന് ഒരു കത്തയച്ചു. ശ്രീ NN പിള്ള സാർ ഉപയോഗിച്ചിരുന്ന കണ്ണാടിയും ഷർട്ടും എഴുത്ത് പേനയും അദ്ദേഹം ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും കൈയെഴുത്ത് പ്രതികളും എല്ലാം ഒരു ചരിത്രമാണ്. അത് നിങ്ങൾ സൂക്ഷിക്കുക. ഭാവി തലമുറയ്ക്ക് അത് കാണാനും അതിനെപ്പറ്റി അപഗ്രഥിക്കാനും പഠിക്കാനും ഒക്കെ കഴിയും. അതുകൊണ്ട് തീർച്ചയായും സൂക്ഷിക്കണേ എന്ന് അദ്ദേഹത്തിനൊരു കത്തിട്ടു. അന്ന് സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ചെയ്ത കവറിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് എൻ്റെ ഫ്രം അഡ്രസ്സും വെച്ചയച്ച ആ കത്ത് അദ്ദേഹം സ്വീകരിച്ച് കാണും എന്നറിയാം. പക്ഷെ അതിന് മറുപടിയൊന്നും ലഭിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ ചിന്താധാര. പക്ഷേ കാലം എത്രയോ കടന്നിരിക്കുന്നു. ശ്രീ NN പിള്ള എന്ന വലിയ എഴുത്തുകാരന്, വലിയ കലാകാരന്, വലിയ സ്വാതന്ത്ര്യ സമര സേനാനിക്ക് മരണാനന്തരമായിട്ടെങ്കിലും പത്മവിഭൂഷൺ ബഹുമതി കൊടുക്കണം എന്നാണ് എൻ്റെ പക്ഷം. അത്രമാത്രം കഴിവുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവം, അദ്ദേഹത്തിൻ്റെ ചിന്താധാര, രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് മറക്കാൻ കഴിയുക? ഇന്നും ഞാൻ വിശ്വസിക്കുന്നു സാഹിത്യകാരൻ എന്ന നിലയിൽ എന്നും ഓർക്കപ്പെടും ശ്രീ NN പിള്ള സാർ. ഇവിടെ ചുരുക്കട്ടെ, അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ, അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ളൊരു വലിയ ബ്രീഫ് ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ വായിക്കുമല്ലോ. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.